ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസത്തെ ഒരു വീഡിയോ ആണ്. എനിക്ക് വയ്യാത്തത് കൊണ്ട് കുറച്ച് ദിവസമായിട്ട് ഭൂമി എൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ ഭൂമി അമ്മയെ മസ്ക് ഇട്ടിട്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും 2 വലിയ ബാഗിലായിരുന്നു ഇവളുടെ കളി സാധനങ്ങൾ. അങ്ങനെ ഇതും അമ്മയെ കൊണ്ട് മസ്ക് ഇട്ട് വേഗം ഓർഡർ ചെയ്യിച്ചൊരു കാര്യമാണ്. പക്ഷേ അത് ഓർഡർ ചെയ്ത് വന്നിട്ട് അമ്മ അത് അവിടെ വെച്ച് പൊട്ടിക്കാൻ അവൾക്ക് സമ്മതിച്ചില്ല. ഇങ്ങോട്ട് പോരാ നേരത്താണ് അവളുടെ കയ്യിലേക്ക് എടുത്ത് കൊടുത്തത്. അപ്പോൾ ഇത് ഒരു കിച്ചൺ സെറ്റാണ്. ഇത് 400 എത്രയെങ്ങാണ്ടായി തോന്നുന്നു. പക്ഷെ നല്ല രസമുണ്ട്. ഈ പെൺകുട്ടികൾക്കൊക്കെയാണല്ലോ ഇതിനോടൊക്കെ ഭയങ്കര ഒരു താല്പര്യം. അപ്പോൾ ഭൂമിക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും ആദ്യം ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. പിന്നെ എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്നവൾക്ക് ആദ്യം മനസ്സിലായില്ല. അവൾ നോക്കിയപ്പോൾ പൈപ്പൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അവൾ മൊബൈലിൽ കാണിച്ചു കൊടുത്തപ്പോൾ അതിൽ പൈപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ വെള്ള കളറിൽ ആ സാധനം ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ പൈപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് നമുക്ക് പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വെള്ളം വരട്ടാ. ഞാനതൊന്നും ചെയ്തു കൊടുത്തില്ല. കാരണം ഇവളകത്തിരുന്നായിരിക്കും ഇത് കളിക്കണത്. പിന്നെ ഈ ടൈലിൻ്റെ ഉള്ളിൽ വെള്ളം എങ്ങാനും ഒരു തുള്ളി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ഐസ് കമ്പനിയിൽ ഐസ് തള്ളണ പോലെ പോവും. അതുകൊണ്ട് ഞാൻ അത്ര ഗംഭീരമായിട്ടുള്ളതൊന്നും അവൾക്ക് പറഞ്ഞു കൊടുത്തില്ല. പിന്നെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ആ സാധനം അത് എവിടെയാണ് വെക്കേണ്ടതെന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും അറിയണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ നോക്കി ഞങ്ങൾ വേഗം അതൊക്കെ പിടിപ്പിച്ച്. പിന്നെ ആൾക്ക് എന്താ പറയുക, ഒരു പിരിപിരിപ്പായിരുന്നു അതിലെടുത്ത് കളിക്കാനായിട്ട്. പിന്നെ അതിൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പാത്രം കഴുകാനൊക്കെ. പിന്നെ കുട്ടിക്ക് പാത്രം കഴുകണോ, മറ്റെന്താ പറയുക, ഫ്രൂട്ട്സ് കട്ട് ചെയ്യണോ, ബിരിയാണി ഉണ്ടാക്കണോ, ആകെ ബഹളമായിരുന്നു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വേഗം അതൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം ആളവിടെ ഇരുന്ന് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു നമുക്ക് പള്ളിയിൽ പോയിട്ട് ലൈറ്റൊക്കെ കാണാമെന്ന്. അങ്ങനെ ആളവിടെ നിന്നിട്ട് വരണേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിടിച്ചു വലിച്ച് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി ലൈറ്റൊക്കെ കണ്ടു. ക്രിസ്മസിൻ്റെ തലേ ദിവസം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളൊരു 7 മണിയൊക്കെ ആയപ്പോഴത്തേക്കും പോയി. കാരണം ഭയങ്കര മഞ്ഞായി തുടങ്ങും, പിന്നെ വയ്യാണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി ലൈറ്റൊക്കെ കണ്ട് വരാമെന്ന് വിചാരിച്ചു. ആൾക്കാരൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വരണേ ഉള്ളൂ. കുറച്ചും കൂടെ ഇരുട്ടാകുമ്പോഴത്തേക്കാണ് നല്ലോണം ആൾക്കാരുണ്ടാവുക. പിന്നെ എവിടെ ചെന്നാലും കളിപ്പാട്ടം, എന്താ പറയുക, കളിപ്പാട്ടം മുഖ്യം ബിഗിലേ എന്ന് പറഞ്ഞ പോലെയാണ്. ആൾക്ക് എവിടെ പോയാലും കളിപ്പാട്ടം വേണം. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഒരു കുഞ്ഞു കടയായിരുന്നു, പക്ഷെ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആ ഒരു മൊബൈലിൽ അത് ഒതുക്കി. പിന്നെ കുട്ടികളവിടെ പുൽക്കൂടൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര ഡിസ്കഷനായിരുന്നു. ലൈറ്റ് വേണോ, ലൈറ്റ് ഇല്ലാണ്ടുള്ള പുൽക്കൂടാണോ നല്ലതെന്നൊക്കെ പറഞ്ഞിട്ട് വമ്പൻ ഡിസ്കഷനായിരുന്നു അവിടെ. അതിൻ്റെ ഇടയ്ക്ക് ഭൂമി പോയി നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കരോൾ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു കുട്ടികളൊക്കെ കളിക്കുന്നത് കാണാനായിട്ട്. എല്ലാവരും ഒരേപോലെയൊക്കെ നല്ല, എന്താ പറയുക, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ഇത് ഞങ്ങളുടെ ആ ഒരു സെൻറ്ററിൽ നിന്നിട്ടാണ് കളിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ.